എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓഗസ്റ്റ് 3-ാം തീയതി രാത്രി ഗ്രാൻഡ് ലോഞ്ച് ആണ്. അപ്പോൾ ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പഴയ സീസൺ 6 ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ വന്നിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഉപദേശങ്ങൾ, അതായത് ഈ ഒരു ഷോ കാണുന്നവർക്കും അതേപോലെ തന്നെ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ പോകുന്നവർക്കൊക്കെ ഒരു ഉപദേശം, അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഈ ഷോ കണ്ടതുകൊണ്ട് മാത്രം വിലയിരുത്തരുത്, അവരുടെ സ്വഭാവം അങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ആ വീട്ടിലൊന്നും ചെയ്യുന്നില്ല, എന്നൊന്നും നിങ്ങൾ കരുതരുത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പലരും വന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സീക്രട്ട് ഏജന്റ് സിജോ, അതേപോലെ തന്നെ റസ്മിൻ ബൈ, അങ്ങനെ പലരും ഈ ഒരു ടോപ്പിക് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. പക്ഷെ അവരുടേതായ വേർഷനാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. ഒരു പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ സീസണിലെ ഏറ്റവും വലിയൊരു മലവാഴിയായിരുന്നു സീക്രട്ട് ഏജന്റ് സായ്. ആ ഒരു ഷോയിൽ സീക്രട്ട് ഏജന്റ് ഒരു വൈൽഡ് കാർഡായിട്ട് പോകുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ചയായിരുന്നു ഈ ഒരു പുള്ളി അവിടെ പോയിട്ട് മലമറിക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുമെന്നൊക്കെ. പക്ഷെ അവിടെ പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. വായിൽ കുഴക്കട്ട പൊഴുങ്ങിയ രൂപത്തിലായിരുന്നു. ചെന്ന് കയറിയപ്പോൾ തന്നെ ജാൻമണിയോട് ഒരു മാസ് ഡയലോഗൊക്കെ അടിച്ച് ഒന്ന് ഷൈൻ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഞാൻ ബിസിനസ് ക്ലാസ്സിലല്ല കേട്ടോ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഷൈൻ ചെയ്യാൻ നോക്കി. അതിനുശേഷം അവിടെ പോയി ജാസ്മിനോട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് അവിടെ കൊള്ളാക്കി. അത് കഴിഞ്ഞ് നോമിനേഷന്റെ സമയത്ത് ജാൻമണിയുടെ മുഖത്ത് കരി തേക്കണം. അപ്പോൾ ജാൻമണി അതിന് സമ്മതിച്ചില്ല. മുഖത്ത് കരി തേക്കാൻ പാടില്ല, അങ്ങനെ തേക്കുന്നത് വളരെ മോശമായിട്ടുള്ള ആൾക്കാർക്കാണ് എന്നൊക്കെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ എതിർത്തു. അപ്പോൾ സീക്രട്ട് ഏജന്റ് ഒരേ വാശി, എനിക്ക് മുഖത്ത് തന്നെ തേക്കണമെന്ന്. അവസാനം ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു, എവിടെയെങ്കിലും തേച്ചാൽ മതി, മുഖത്ത് തേക്കാൻ പാടില്ല അവരുടെ സമ്മതം ഇല്ലെങ്കിൽ എന്ന്. അതോടെ ഈ പുള്ളിക്ക് മനസ്സിലായി ഇത് വേറെ ലെവലാണ്, എനിക്ക് പറ്റിയ പരിപാടിയല്ല, എവിടെയെങ്കിലും സൈഡായിട്ട് ഇരിക്കുന്നതാണ് നല്ലതെന്ന്. പിന്നെ അതിനുശേഷം സായി വാ തുറന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ മറ്റുള്ളവർക്ക് വന്ന് ഉപദേശങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ എങ്ങനെയായിരിക്കണം, നിങ്ങൾ അവരെ അങ്ങനെ കണ്ടതുകൊണ്ട് ഇങ്ങനെ വിലയിരുത്തരുത് എന്നൊക്കെ പറയുന്നത്. അതിൽ വീഡിയോയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറയുന്നുണ്ടായിരുന്നത്, ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് പല ക്യാമറകളിലും വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണ് ഒരു ദിവസം. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് അവർ പുറത്ത് വിടുന്നില്ല. അതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു കോർണറിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു ദിവസം അവർ പുറത്ത് വിടുന്നുള്ളൂ. അതങ്ങനെ തന്നെ വരൂ, അത് ഞങ്ങൾക്ക് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം. അല്ലാതെ ആ ഒരു വീട്ടിൽ നടക്കുന്ന ഒരേ സമയം നടക്കുന്ന എല്ലാ കോണിലുമുള്ള കാര്യങ്ങൾ പുറത്തു വിടാൻ പറ്റില്ല. അങ്ങനെ ഇമ്പോർട്ടൻസ്, അതായത് പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യമുള്ള കാര്യങ്ങളാണ് അവർ പുറത്തു വിടുന്നത്. അല്ലാതെ നിങ്ങളൊരു സൈഡിൽ പോയി ഇരുന്ന് നിങ്ങൾ പെങ്ങളൂട്ടി പാസം, അതേപോലെ തന്നെ പണപ്പെട്ടി വന്ന ആര് ആദ്യം എടുക്കും, ആരായിരിക്കും എടുക്കാൻ സാധ്യത, അല്ലെങ്കിൽ നാളത്തെ കറിക്ക് രാവിലെ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അവർ പുറത്തോട്ടേക്ക് വിടില്ല. അത് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. പ്രേക്ഷകർക്ക് കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇന്റലിജന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് കളിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആ വീട്ടിൽ പ്രവർത്തിക്കുന്നത്, അതൊക്കെയാണ് അവർ പുറത്തേക്ക് വിടുക. അല്ലാതെ ഇവർ കുറച്ച് പേര് ഒരു മൂലക്ക് പോയി ഇരുന്ന് ഇതേപോലെയുള്ള ചർച്ചകളൊക്കെ നടത്തുമ്പോൾ അതൊന്നും പുറത്തേക്ക് വിടില്ല. അത് മാത്രമല്ല, ആ വീഡിയോയിൽ വേറൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടു, ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നൊക്കെ. ശരിയായിരിക്കും, പുള്ളിക്കാരെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ടാവും. ഒന്നും പുറത്ത് വരാത്തത് അതിനൊന്നും ഒരു വാല്യൂ ഇല്ലാന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അവർ പുറത്ത് വിടാഞ്ഞത്. ഇതേപോലെയുള്ള ഒരു ആളായിരുന്നു സിജോയും. എന്തൊക്കെയോ നടക്കുമെന്ന് തോന്നുന്നു, സ്വയം ഞാൻ കാട്ടുതീയാണെന്നൊക്കെ പറയും, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ആദ്യം റോക്കിയുടെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിയ ഒരു അടിയും വാങ്ങിച്ച് കുറച്ചു കാലത്തേക്ക് പുറത്തു പോയിരുന്നു. പിന്നെ തിരിച്ചു വന്നു, എന്തൊക്കെയോ നടക്കുമെന്ന് കരുതി. അവസാനം ഒന്നും നടന്നില്ല. അവസാനം പുള്ളിയും പുറത്തായി. കഴിഞ്ഞ സീസണിൽ കുറച്ചെങ്കിലും ഒരു കണ്ടന്റ് അല്ലെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തത് ഒന്ന് അർജുൻ, അതേപോലെ തന്നെ ജാസ്മിൻ, ഗബ്രി, അതേപോലെ തന്നെ റോക്കി ആ ഒരു സമയത്ത് ഔട്ടായിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവസാനം വരെ നിൽക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റും അതേപോലെ തന്നെ ആ ഒരു ഷോയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുള്ള ഒരാളായിരുന്നു റോക്കി. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ ആ ഒരു സമയത്ത് ഔട്ടായി പോയി. ആ ഒരു ചെയ്ത കാര്യം അത്ര ശരിയല്ല. സിജോ ചോദിച്ച് വാങ്ങിയതാണെങ്കിലും ആ ഒരു കയ്യിൽ നിന്ന് പോകാൻ പാടില്ലായിരുന്നു റോക്കിയുടെ ആ ഒരു സമയത്ത്. എന്തായാലും സിജോയ്ക്ക് ആ ഒരു അടി വേണ്ടിയിരുന്നു എന്നൊക്കെ പലരും ആ സമയത്ത് ആ വീഡിയോസിന്റെ ഒക്കെ അടിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു. കാരണം അത് ചോദിച്ച് വാങ്ങിയതായിരുന്നു, അവനൊരു അടിയുടെ കുറവുണ്ട് എന്നൊക്കെ. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ബിഗ് ബോസ് വെച്ച് പൊറപ്പിക്കില്ല. ഇതേപോലെയുള്ള കയ്യങ്ങളെയൊന്നും അവിടെ നിർത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പുറത്താക്കിയത്. അതെന്തോ ആട്ടെ. അതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിലെ വിന്നറും. അതായത് ഏറ്റവും അൺഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾക്കാണ് കഴിഞ്ഞ തവണ കപ്പ് കൊടുത്തത്. ആ പുള്ളി പുറത്തിറങ്ങിയപ്പോൾ മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ പുള്ളിയുടെ ചുറ്റും നടക്കുന്നത് എന്ന് തന്നെ കേട്ടാൽ ഞെട്ടിപ്പോവും. അതേപോലെയുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. അത് മാത്രമല്ല, ആ പുള്ളി ആ വീട്ടിൽ എന്താണ് ചെയ്തത് എന്ന് പോലും ആർക്കും അറിയില്ല. എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നു, എന്തൊക്കെയോ PR പുറത്ത് കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് വോട്ട് വരുന്നു, വിജയിക്കുന്നു, കപ്പ് കൊടുക്കുന്നു. പുള്ളിക്കാരൻ അത് വാങ്ങിച്ച് പോവുകയും ചെയ്തു. അതിനുശേഷം പുറത്ത് വന്ന് എന്തൊക്കെയാ പറയുന്നത്. പുള്ളിക്കാരനെ പുറത്ത് വന്ന ഒരു ഇന്റർവ്യൂ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ അസൽ ഫ്രോഡാണെന്ന്. കാരണം അതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചില സമയത്ത് പറയുന്നത്. ഈ റീസെന്റ് സിജോ, സീക്രട്ട് ഏജന്റ് ഇവർ തമ്മിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിലൊക്കെ ന്യായം ഇവരുടെ ഭാഗത്ത് തന്നെയാണ്. പുള്ളിക്കാരന്റെ ഭാഗത്ത് എന്തായാലും ന്യായമില്ല എന്ന് അതൊക്കെ കാണുന്ന മലയാളികൾക്ക്, അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ആൾക്കാണ് കപ്പും കൊടുത്തത്.
എന്തായാലും ഈ ഒരു സീസൺ അതേപോലെ ആവാതിരുന്നാൽ മതി. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരാൾ അതിൽ കയറിയിട്ടുണ്ട്, രേണു സുധി. കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. എന്തൊക്കെയാണ് ആ ഒരു സ്ത്രീയെ പറ്റി ഇനി പറയാത്തതും ആ ഒരു സ്ത്രീ കേൾക്കാൻ ബാക്കിയുള്ളതും ഒന്നുമില്ല. അതുകൊണ്ട് ഇനി നെഗറ്റീവ് ആവും, ആ ഒരു ഷോയിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഇനി ഞാനൊരു നെഗറ്റീവ് ആവും എന്നുള്ള ഒരു ചിന്തയൊന്നും അവർക്ക് വേണ്ട. ആ ഒരു ഷോയിൽ എന്തായാലും ഇവരെ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത് ഒരു നെഗറ്റീവായിട്ട് തന്നെയായിരിക്കും. കാരണം പോസിറ്റീവിന് ഒരു മാർക്കറ്റ് വാല്യൂ ഇല്ല എന്ന് ഈ ബിഗ് ബോസിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം. ഇനി അവർ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടേ പുറത്തു വരാനുള്ള സാധ്യതയുള്ളൂ. ഇത് എൻ്റെ ഒരു തോന്നലാണ്. മിക്കവാറും അത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. എന്തായാലും ഈ ഒരു ഷോയിൽ മാക്സിമം രേണുസുധിയെ എല്ലാവരും പിടിച്ചു നിർത്താനായി ശ്രമിക്കൂ. ഈ ബിഗ് ബോസിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ മാക്സിമം എങ്ങനെയെങ്കിലും ഇവർക്ക് സപ്പോർട്ട് കൂട്ടി അല്ലെങ്കിൽ വോട്ട് നിലനിർത്തി ഒരു 70 ദിവസമെങ്കിലും ആ ഒരു വീട്ടിൽ നിൽക്കുവാണെങ്കിൽ കണ്ടന്റിന്റെ ചാകരയാണെന്ന് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ബിഗ് ബോസിനും ഒക്കെ അറിയാം. അത് മാത്രമല്ല, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും അത് നെഗറ്റീവായിട്ട് എടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്ത് പറയും, ഇവർ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ചീത്ത കാര്യങ്ങൾ പറഞ്ഞാലും ഒരേ സ്വരത്തിൽ ഇവർ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കുറെ ആൾക്കാർ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കുറെ ആൾക്കാർ വേട്ടയാടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും കുറച്ചു കാലത്തേക്ക് ഈ വോട്ടുകളൊക്കെ കിട്ടാൻ വേണ്ടി. കാരണം ഒരാളെ കുറിച്ച് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് പറയുമ്പോൾ അത് ഈ കാണുന്ന പ്രേക്ഷകർക്കും അതേ ഒരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ട്, അവർ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും. പക്ഷെ അത് സ്ലോലി അവരുടെ ആ ഒരു ഗെയിമിലുള്ള കളി ഒക്കെ മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് കിട്ടാനുള്ള ഒരു വ്യക്തിയാണ് രേണുസുധി. നല്ല ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാകാനുള്ള സാധ്യത രേണുസുധിയുടെ പേരിൽ തന്നെയായിരിക്കും. പിന്നെ അതിൽ ഒരുപാട് പേര് ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഒരു 18-20 പേരാണ് ഇപ്പോൾ ഫസ്റ്റ് ഡേ മുതൽ തുടങ്ങാൻ പോകുന്നത്. പിന്നെ വൈൽഡ് കാർഡൊക്കെ വരുമായിരിക്കും. എന്തായാലും ഈ ഒരു സീസൺ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു സീസണിൽ ഡേ 1 മുതൽ ആ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അഭിപ്രായം, അതായത് നല്ലതാണെങ്കിലും ശരിയാണെങ്കിലും ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു സീസൺ ഒരു ഗ്രാൻഡ് സക്സസ് ആവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഫെയിലിയർ ആവാതിരിക്കട്ടെ.